ഹലോ ഗായ്സ്. അപ്പോൾ ഞാനിന്ന് രാവിലെ നമ്മുടെ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ചിക്കൻ ഷവായി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഓവനിൽ വെച്ച് നമുക്ക് ഷവായി ഉണ്ടാക്കുന്നില്ലേ, അതേപോലെയാണ്. നേരെ ചിക്കനെ നേരെ എടുത്ത് രണ്ടായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മസാല നമുക്കൊന്ന് പുരട്ടാം. അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ 2 ചിക്കൻ എടുത്ത് നല്ലവണ്ണം കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല ഇട്ട് നമുക്ക് ഓവനിലോട്ട് കയറ്റണം. അതിലേക്ക് ഞാൻ ഒരു വലിയ പാത്രത്തിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മസാല ഇടാം. കുറച്ച് പപ്രിക്കപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഷവായി മസാല. ഷവായി മസാല എന്ന് പറയുമ്പം നമ്മുടെ അറബി മസാല കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഷവായി മസാല ഉണ്ട്, അപ്പോൾ അതിട്ടിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ച് പപ്രിക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാരങ്ങ നീരുണ്ട്. പാകത്തിന് ഉപ്പാണ് കേട്ടോ. നാരങ്ങ നീര് ഫ്രഷ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ബോട്ടിലുള്ളതാണ് ഒഴിച്ചത്. നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കാം. മസാല ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലിയർ ആക്കിയെടുത്ത് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അത് കണ്ടില്ലേ, നമുക്ക് ചിക്കൻ അതിൽ പുരട്ടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഞാൻ പുറത്ത് വയ്ക്കും കേട്ടോ. മസാല ഇട്ട് ചിക്കൻ മസാല ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി. പിന്നെ ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഞാൻ മിക്സാക്കി വയ്ക്കുന്നുണ്ട്. കുറച്ച് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം നമുക്ക് ഓവനിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരും. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് അടി പിടിക്കാതെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് നേരെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മുകളിലോട്ട് പിടിക്കാം. ഞാനിപ്പോൾ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഒരു 400 വോൾട്ടിൽ മീഡിയം ഇതാണ് കേട്ടോ. നമുക്ക് നേരെ ഓവനിലോട്ട് കയറ്റി ഒരു 3/4 മണിക്കൂർ ഓവനിലിരുന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ ആവി തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും. ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ പുറത്തെടുക്കുകയാണ്. അലുമിനിയം ഫോയിലെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് വെന്തത് എങ്ങനെയാണ് നോക്കാമല്ലോ. വെന്ത് അതിൽ വെള്ളങ്ങളൊക്കെ മസാല എല്ലാം പിടിച്ച് നിൽക്കും. ഇതാ കണ്ടില്ലേ, ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. നമ്മുടെ മസാലയും നമ്മൾ നേരത്തെ ഒഴിച്ച ആ വെള്ളം എല്ലാം കൂടെ ക്ലിക്കായി നിൽപ്പുണ്ട്. നമുക്ക് അതിനെ ആ നിൽക്കുന്ന മസാല നമുക്ക് വേറെ പ്രത്യേക ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുക. മസാല നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് തക്കാളി സോസൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നമുക്ക് ഓവനിൽ വീണ്ടും കയറ്റി നമുക്ക് അതിനെ ചൂപ്പിച്ചെടുക്കണം. നാട്ടിൽ ഈ കറക്ക് ഷവായി ഉണ്ടല്ലോ, അതിന് പകരം ഞാൻ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ച് മൊരിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ. സോസൊക്കെ അതിൻ്റെ മീതെ ഒഴിച്ച് ഒന്ന് ചൂപ്പിച്ചെടുക്കുക. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൂപ്പിച്ച് കിട്ടിയാൽ മതി. ഓവനിൽ വെച്ച് വീണ്ടും ഓവനിലോട്ട് കയറ്റണം കേട്ടോ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. ഇനി ഒരിക്കൽ കൂടെ നമുക്ക് സോസ് ഒഴിച്ചിട്ട് അടിഭാഗം എല്ലാം റെഡിയായതിനു ശേഷം അതിനെ നൂത്ത് വെച്ചിട്ട് ഇനി അതിനെയും കൂടെ ചൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷവായ റെഡിയായി കിട്ടും. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ
അടിഭാഗം ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നൂത്തിട്ട് നമുക്ക് ആ മുകൾ ഭാഗം കൂടെ ഒന്ന് ചോപ്പിച്ച് കിട്ടണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ പാത്രത്തിലോട്ട് മാറ്റുക. ഇന്നത്തെ സ്പെഷ്യാലിറ്റി മാത്രമാണ് കേട്ടോ, ചിക്കനാണ്. വേറെ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ റെസിപ്പി പ്രത്യേകിച്ചിട്ട് ഞാൻ വീഡിയോ ആക്കിയിട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചിക്കൻ ഷവായിയുടെ റെസിപ്പി. ഓക്കെ.